ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ രൂപ കേവലം ഒരു ദേശീയ കറൻസി മാത്രമായിരുന്നില്ല. കാഠ്മണ്ഡു മുതൽ കുവൈറ്റ് വരെയും കിഴക്കൻ ആഫ്രിക്ക മുതൽ തെക്കുകിഴക്കൻ ഏഷ്യ വരെയും വ്യാപിച്ചുകിടന്ന ഒരു പ്രാദേശിക സാമ്പത്തിക അച്ചുതണ്ടായിരുന്നു അത്. യുഎസ് ഡോളർ ലോകം കീഴടക്കുന്നതിന് മുൻപ് ലോകത്തെ ചലിപ്പിച്ചിരുന്നത് രൂപയായിരുന്നു. അന്ന് സ്വർണ്ണക്കടത്തും കറൻസി കടത്തും എല്ലാം നിയന്ത്രിക്കുന്നതിനായി ഒരു പ്രത്യേക കറൻസി പുറത്തിറക്കിയിരുന്നു: ഗൾഫ് രൂപ. ഇന്ത്യൻ രൂപയ്ക്ക് സമാനമായ എന്നാൽ ചുവപ്പ് നിറത്തിൽ അച്ചടിച്ച ഇസഡ് എന്ന പ്രീഫിക്സോട് കൂടിയ ഈ കറൻസിയായിരുന്നു യുഎഇ, ഖത്തർ, ഒമാൻ, ബഹ്റിൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ ദൈനംദിന വ്യാപാരത്തെ നിയന്ത്രിച്ചിരുന്നത്. സ്വാഭാവികമായും ഇന്ത്യ ഒരു പ്രാദേശിക സാമ്പത്തിക ശക്തിയായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ കെനിയ, ഉഗാണ്ട, ടാൻസാനിയ തുടങ്ങിയ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ പോലും രൂപയെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിച്ചിരുന്നത്. ഇത് ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് പല രാജ്യങ്ങളും സ്വപ്നം കാണുന്ന ഒരു പദവി നൽകി. അതിർത്തികൾക്കപ്പുറത്ത് സ്വീകാര്യതയുള്ള ഒരു കറൻസി, ഉടമ്പടികളില്ലാതെ വിശ്വാസവും സൈനിക പ്രയോഗങ്ങളില്ലാതെ അധികാരവുമായിരുന്നു അത്. ഇതെല്ലാം ഇന്ത്യക്ക് ഒരു യുദ്ധത്തിൽ നഷ്ടപ്പെട്ടതല്ല. 1966-ൽ ഇന്ദിരാഗാന്ധി യുഎസ് സമ്മർദ്ദത്തിന് വഴങ്ങി രൂപയുടെ മൂല്യം 30% കുറച്ചു. ഫലപ്രദമായ കൂടിയാലോചനകൾ ഇല്ലാതെ എടുത്ത ഈ തീരുമാനത്തിന്റെ തിക്തഫലങ്ങൾ നാം ഇന്നും അനുഭവിക്കുന്നു. 1949-ൽ ബ്രിട്ടീഷ് പൗണ്ടിന്റെ മൂല്യം കുറച്ചു. സ്റ്റെർലിംഗ് വ്യവസ്ഥയുമായി ബന്ധിക്കപ്പെട്ടിരുന്ന ഇന്ത്യ യാതൊരു ചർച്ചകളോ പരമാധികാര തീരുമാനങ്ങളോ ഇല്ലാതെ തന്നെ അത് പിന്തുടർന്നു. രൂപയുടെ മൂല്യം ഏകദേശം 30% ഇടിഞ്ഞു. ഡോളറിന് 4.76 രൂപ എന്ന നിലയിലായി. ഇതൊരു നയപരമായ തീരുമാനമായിരുന്നില്ല, മറിച്ച് കൊളോണിയൽ കാലഘട്ടത്തിന്റെ ബാക്കിപത്രമായിരുന്നു. എങ്കിലും ആഘാതം പരിമിതമായിരുന്നു. രൂപയുടെ വിശ്വാസ്യത നിലനിന്നു. ഗൾഫ് രാജ്യങ്ങൾ രൂപയെ വിശ്വസിച്ചു. ആഫ്രിക്ക അത് ഉപയോഗിക്കുന്നത് തുടർന്നു. എന്നാൽ വിള്ളൽ പിന്നീട് സംഭവിച്ചു. അതായിരുന്നു 1966-ലെ ഇന്ദിരാഗാന്ധിയുടെ തീരുമാനം. 1966-ൽ ഡോളറിന് വേണ്ടി ഇന്ത്യ സ്വന്തം സാമ്പത്തിക പദവിയും പരമാധികാരവും ഇല്ലാതാക്കി. ആ വർഷത്തെ ഒരു സാധാരണ പ്രഭാതത്തിൽ ഇന്ത്യ കൂടുതൽ ദാരിദ്ര്യമായി ഉണർന്നു. എല്ലാ അർത്ഥത്തിലും. പൊതുചർച്ചകളില്ലാതെയും രൂപയുടെ വിനിമയ നിരക്ക് ഡോളറിന് 4.76-ൽ നിന്ന് 7.50 മാറി. ആ ഒരൊറ്റ പ്രഖ്യാപനത്തിലൂടെ ഇന്ത്യൻ രൂപയ്ക്ക് ചാർട്ടുകളിലെ അക്കങ്ങളേക്കാൾ മൂല്യമുള്ള ഒന്ന് നഷ്ടമായി. അത് വിശ്വാസ്യതയായിരുന്നു. ഇതോടെ ബഹ്റിൻ, ഖത്തർ, ഒമാൻ, കുവൈറ്റ്, യുഎഇ, യമൻ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും ഇന്ത്യൻ കറൻസിയെ കൈവിട്ടു. ഈ തീരുമാനം സാങ്കേതികവും അനിവാര്യവുമാണെന്ന് അവതരിപ്പിക്കപ്പെട്ടു. ഭരണപരിചയമില്ലാത്ത ഒരു യുവ പ്രധാനമന്ത്രി ദുർബലമായ സാഹചര്യത്തിൽ ഭരിക്കുന്നതിന്റെ വില തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു ഇവ. ഇവിടെയാണ് നാം നരേന്ദ്രമോദി എന്ന അതികായനായ പ്രധാനമന്ത്രിയെ നാം നമിക്കേണ്ടത്. വിദേശ ശക്തികളുടെ അതിഭീകരമായ ഭീഷണികളിലും സമ്മർദ്ദതന്ത്രങ്ങളിലും ഒന്നും വഴിപ്പെടാതെ ഇന്ത്യയെ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന, പിന്തുടരുന്ന ഡിജിറ്റൽ യുപിഐ പണമിടപാടുകളിലേക്ക് നയിക്കുന്നത്.